ഹായ്, എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂൺ മാസത്തിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സ് ആണ്. ജൂൺ 1 തൊട്ട് 30 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാനില്ല, നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. The name of the orbital probe that will carry people to the moon in 2030. അതായത് 2030 ചന്ദ്രനിലേക്ക് ആളുകളെ അയക്കുന്ന ദൗത്യത്തിന്റെ പേരെന്താണ്? 2030 ചന്ദ്രനിലേക്ക് ആളുകളെ എത്തിക്കുന്ന ദൗത്യത്തിന് ചൈന ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ഒരു ഭ്രമണപഥ പേടകമാണ്, അതിന് ചൈന ഒരു പേര് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്നാണ് ചോദ്യം. The right answer is മെങ്സു. 2030 ചന്ദ്രനിലേക്ക് ആളുകളെ എത്തിക്കുന്ന ദൗത്യത്തിന്റെ ഭ്രമണപഥ പേടകത്തിന് ചൈന മെങ്സു എന്ന പേരാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മെങ്സു എന്ന വാക്കിന്റെ അർത്ഥം സ്വപ്നവാഹനം എന്നാണ്. മെങ്സു സ്വപ്നവാഹനം എന്നാണ് ഇതിന്റെ അർത്ഥം. 3 യാത്രികരെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള കഴിവാണ് മെങ്സു ദൗത്യം. മെങ്സു പേടകത്തിൽ നിന്ന് യാത്രികരുമായി ചന്ദ്രനെ തൊടുന്ന ലാൻഡറിന്റെ പേര് ലാൻയുയി എന്നാണ്. ലാൻയുയി. ചന്ദ്രനെ പുണരുക എന്നാണ് ലാൻയുടെ അർത്ഥം. ചൈനയിൽ ടാങ് രാജവംശകാലത്തുണ്ടായ കവിയായ ലിബായുടെ കാവ്യങ്ങളുള്ള വാക്കുകളാണ് ഇതൊക്കെ. ലാൻയു, അതുപോലെ തന്നെ മെങ്സു. മെങ്സുവിന്റെ അർത്ഥം എന്താണ്? സ്വപ്നവാഹനം. ലാൻയുയിന്റെ അർത്ഥം എന്താണ്? ചന്ദ്രനെ പുണരുക എന്നതാണ്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, വിച്ച് കൺട്രി ടെസ്റ്റഡ് ഫൈറ്റർ എയർക്രാഫ്റ്റ് വിത്തൗട്ട് പൈലറ്റ്? അതായത് പൈലറ്റ് ഇല്ലാതെ യുദ്ധവിമാനം പരീക്ഷിച്ച രാജ്യം ഏതാണ്? പൈലറ്റ് ഇല്ലാതെ യുദ്ധവിമാനം പരീക്ഷിച്ച രാജ്യം ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് അമേരിക്ക. സൈനിക വ്യോമയാന രംഗത്തെ AI ഉപയോഗത്തിൽ നിർണായക ചുവടുവയ്പായി അമേരിക്ക പൈലറ്റ് ഇല്ലാത്ത യുദ്ധവിമാനം പരീക്ഷിച്ചിരിക്കുകയാണ്. കാലിഫോർണിയയിലെ എഡ്വേർഡ് വ്യോമതാവളത്തിൽ നിന്ന് മെയ് 4 പറന്നുയർന്ന F-16 വിസ്റ്റയുടെ യുദ്ധവിമാനമാണ് AI നിയന്ത്രണത്തിൽ പറന്ന് ചരിത്രം കുറിച്ചിരിക്കുന്നത്. US വ്യോമസേന സെക്രട്ടറി ഫ്രാങ്ക് കെഞ്ചലിനെ വഹിച്ചായിരുന്നു മണിക്കൂറിൽ 885 കിലോമീറ്റർ വേഗത്തിലുള്ള യാത്ര. അപ്പൊ ഏത് രാജ്യമാണ് പൈലറ്റ് ഇല്ലാതെ യുദ്ധവിമാനം പരീക്ഷിച്ച രാജ്യം ഏതാണെന്നാണ് ചോദ്യം. അല്ലെ, ഏതാണ്? അമേരിക്കയാണ്. മൂന്നാമത്തെ ചോദ്യം, വിച്ച് കൺട്രി ഇൻട്രൊഡ്യൂസ്ഡ് ദ വേൾഡ് ഫസ്റ്റ് ഡിപ്ലോമാറ്റിക് റെപ്രസെന്റേറ്റീവ്? വിച്ച് കൺട്രി ഇൻട്രൊഡ്യൂസ്ഡ് ദ വേൾഡ് ഫസ്റ്റ് ഡിപ്ലോമാറ്റിക് റെപ്രസെന്റേറ്റീവ്? അതായത് ലോകത്തെ തന്നെ ആദ്യത്തെ നയതന്ത്ര പ്രതിനിധിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? ലോകത്തെ തന്നെ ആദ്യമായി നയതന്ത്ര പ്രതിനിധിയെ അവതരിപ്പിച്ചത് എയുടെ കാലഘട്ടമാണ്. അല്ലെ, പൈലറ്റ് ഇല്ലാത്ത യുദ്ധവിമാനമായി അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക് റെപ്രസെന്റേറ്റീവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്നാണ് ചോദ്യം. ആരാണ്? ഏത് രാജ്യമാണ്? ദ റൈറ്റ് ആൻസർ ഈസ് യുക്രൈൻ. AI അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി, അല്ലെ, അതിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ തന്നെ ആദ്യത്തെ ഡിപ്ലോമാറ്റിക് റെപ്രസെന്റേറ്റീവ് അഥവാ നയതന്ത്ര പ്രതിനിധി അവതരിപ്പിച്ചിരിക്കുകയാണ് യുക്രൈൻ. വിക്ടോറിയ ഷീ SHI എന്നാണ് പേര്. ആ പേര് കൊടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ടോറിയ എന്ന പേര് വിക്ടറി എന്ന വാക്കിൽ നിന്നും ഷീ എന്ന വാക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ യുക്രൈനിൽ ഉപയോഗിക്കുന്ന ഷ്ടുചുനി ഇംഗ്ലീഷ് എന്ന പ്രയോഗത്തിൽ നിന്നും എടുത്തതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, വിച്ച് സിറ്റി ഹാസ് ബീൻ ഡിക്ലെയർഡ് ബൈ യുനെസ്കോ ആസ് ദ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ ഫോർ 2024? അതായത് 2024 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച സിറ്റി ഏതാണ്? ലോക പുസ്തക തലസ്ഥാനം, വേൾഡ് ബുക്ക് ക്യാപിറ്റൽ സിറ്റി ബൈ WBCC. ഫ്രാൻസിലെ സ്ട്രാസ്ബുർഗിനെ 2024 ലോക പുസ്തക തലസ്ഥാനമായി, അതായത് വേൾഡ് ബുക്ക് ക്യാപിറ്റൽ സിറ്റി ആയിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ട്രാസ്ബുർഗ്. ഓക്കെ, ഫ്രാൻസിലെ സിറ്റിയുടെ പേരെന്താണ്? സ്ട്രാസ്ബുർഗ് എന്ന സിറ്റിനെയാണ് നമ്മൾ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ സിറ്റി ആയിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശാസ്ത്രം, സംസ്കാരം, സുരക്ഷ, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ ഉന്നമനത്തിനായി നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. കഴിഞ്ഞ വർഷം ഗാനയിലെ ആക്ര നഗരമായിരുന്നു ഈ പദവി ലഭിച്ചത്. അടുത്ത വർഷം ഈ പദവി പ്രഖ്യാപിച്ചിരിക്കുന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോ. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, ഹു അച്ചീവ്ഡ് ദ റെക്കോർഡ് ഓഫ് ബീങ് ദ ഫസ്റ്റ് ഇന്ത്യൻ ബോളർ ടു സ്കോർ 350 വിക്കറ്റ്സ് ഇൻ T20 ക്രിക്കറ്റ്? അതായത് 2020 ക്രിക്കറ്റിൽ 350 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ ബോളർ എന്ന റെക്കോർഡ് നേടിയ താരം ആരാണ്? 2020 ക്രിക്കറ്റിൽ 350 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ ബോളർ എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് യുസ്വേന്ദ്ര ചഹൽ. 2020 ക്രിക്കറ്റിൽ 350 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ ബോളർ എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? യുസ്വേന്ദ്ര ചഹലാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 301 മത്സരങ്ങളിൽ നിന്നാണ് ലെഗ് സ്പിൻ ബോളറായ ചഹലിന്റെ നേട്ടം.
ഋഷഭ് പന്താണ് ചഹലിന്റെ 350-ാം വിക്കറ്റ്. രാജ്യാന്തര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ഇന്ത്യൻ താരം, IPL ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം എന്നീ റെക്കോർഡുകളും ഹരിയാനയിൽ നിന്നുള്ള യുസ്വേന്ദ്ര ചഹലിന്റെ പേരിലാണ്. International Yoga Day 2024 celebrated every year. When is International Yoga Day 2024 celebrated every year? The right answer is June 21st. അപ്പോൾ ജൂൺ 21-നാണ് ഇന്റർനാഷണൽ യോഗ ഡേ എന്ന് പറഞ്ഞു. അതിന്റെ തീം എന്താണ്? യോഗ ഫോർ വിമൺ എംപവർമെന്റ്. യോഗ ഫോർ വിമൺ എംപവർമെന്റ് ഇസ് ദ തീം ഓഫ് ഇന്റർനാഷണൽ യോഗ ഡേ 2024. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം. ഹു ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വിമൻ ക്രിക്കറ്റർ ടു ഫീച്ചർ ഇൻ വിസ്ഡം ക്രിക്കറ്റ് മാഗസിൻ ലിസ്റ്റ് ഓഫ് ഗ്രേറ്റ് പ്ലെയേഴ്സ്? അതായത് വിസ്ഡം ക്രിക്കറ്റ് മാസികയിലെ മികച്ച താരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണെന്നാണ് ചോദ്യം. ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഹർമൻപ്രീത് കൗർ. ന്യൂസിലൻഡ് പുരുഷ താരങ്ങളായ ടോം ബ്ലണ്ടൻ, ഡാരിൽ മിച്ചർ, ഇംഗ്ലണ്ട് താരങ്ങളായ ബെൻ ഫോക്സ്, മാത്യു പോട്ട്സ് എന്നിവരാണ് പട്ടികയിലെ മറ്റുള്ളവർ. വിസ്ഡൻ ലീഗിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്യാപ്റ്റനായിട്ടുള്ള ബെൻ സ്റ്റോക്സിനാണ്. 2023 മികച്ച T20 ക്രിക്കറ്ററായി സൂര്യകുമാർ യാദവും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും അധികം വിക്കറ്റ് നേടിയ താരം എന്ന റെക്കോർഡ് ജുലൻ ഗോസ്വാമിയുടെ പേരിലാണ്. ഇന്ത്യക്ക് വേണ്ടി ക്രിക്കറ്റ് കളിച്ച ആദ്യ മലയാളി വനിത ആരാണ്? മിന്നുമണിയാണ്. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. ഹു ഈസ് ദ ഇന്ത്യൻ ഒറിജിൻ വിമൻ ഹു മേഡ് ദ തേർഡ് സ്പേസ് ഫ്ലൈറ്റ്? അതായത് 3ാം തവണയും ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയായ വനിത ആരാണ്? ഹു ഈസ് ദ ഇന്ത്യൻ ഒറിജിൻ വിമൻ ഹു മേഡ് ദ തേർഡ് സ്പേസ് ഫ്ലൈറ്റ്? ദ റൈറ്റ് ആൻസർ ഈസ് സുനിത വില്യംസ്. സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച പേടകം ഏതാണ്? ബോയിങ് സ്റ്റാർ ലൈനർ. നമ്മൾ പറഞ്ഞു സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും രാജ്യാന്തര ബഹിരാകാശത്ത് എത്തിച്ച പേടകത്തിന്റെ പേരെന്താണ്? ബോയിങ് സ്റ്റാർ ലൈനർ എന്ന് പറഞ്ഞു അല്ലെ. എന്നാൽ ആ സ്റ്റാർ ലൈനർ തകരാറ് മൂലം സുനിത വില്യംസ് ബഹിരാകാശത്ത് കുടുങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രതിസന്ധി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റാർലൈൻ പേടകത്തിൽ 5 തവണ ഹീലിയം വാതക ചോർച്ച ഉടലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 28 ട്രസ്റ്റുകളിൽ ചിലതിന് തകരാറുണ്ട്. സുരക്ഷിതമായി തിരികെ എത്താൻ കുറഞ്ഞത് 14 ത്രസ്റ്ററുകളെങ്കിലും വേണം. അപ്പൊ 28 ത്രസ്റ്റുകൾ ചിലതിന് തകരാറുണ്ട്, 14 ത്രസ്റ്റുകളെങ്കിലും മിനിമം വേണം. എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് കമ്പനിയുടെ ഡ്രാഗൺ പേടകം ഉപയോഗിച്ച് സുനിതയെയും വിൽമോറിനെയും തിരിച്ചെത്തിക്കാനുള്ള സാധ്യതയും ആലോചിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ ആവശ്യമില്ലെന്നാണ് നാസയുടെയും ബോയിങ്ങിന്റെയും നിലപാട്. രാജ്യാന്തര നിലയത്തിലേക്ക് ആളുകളെ കൊണ്ടുപോയി തിരികെ എത്തിച്ചിട്ടുള്ള കമ്പനിയാണ് സ്പേസ് എക്സ്. അതിന്റെ ഉടമസ്ഥൻ ആരാണ്? എലോൺ മസ്ക് ആണ് അല്ലെ. സുനിത വില്യംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ വംശജയാണ്. 1998 നാസയുടെ ബഹിരാകാശ സഞ്ചാരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. മുൻപ് 2006 2012 ബഹിരാകാശത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ നേരം ബഹിരാകാശത്ത് നടന്ന 2ാമത്തെ വനിതാ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. 50 മണിക്കൂർ 40 മിനിറ്റാണ് ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുള്ളത്. 50 മണിക്കൂർ 40 മിനിറ്റ്. 3 യാത്രകളിലായി 343 ദിവസം ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. 2006 195 ദിവസം ബഹിരാകാശത്ത് താമസിച്ച വ്യക്തിയാണ് സുനിത വില്യംസ്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് ദ മൾട്ടിനാഷണൽ എയർ എക്സസൈസ് തരംഗ് ശക്തി 2024 ഇൻ ഓഗസ്റ്റ്? ഓഗസ്റ്റ് നടക്കാൻ പോകുന്ന തരംഗ് ശക്തി 2024 ഏത് രാജ്യത്താണ് നടക്കുന്നത്? ഏത് രാജ്യത്താണ്? നമ്മുടെ ഇന്ത്യയിലാണ്. ഓക്കെ, ഇന്ത്യയിലാണ് തരംഗ് ശക്തി 2024 നടക്കാൻ പോകുന്നത്. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. വിച്ച് ടീം വോൺ ദ ടൈറ്റിൽ ICC മെൻസ് T20 വേൾഡ് കപ്പ്? അല്ലെ, ഏത് ടീമാണ്? ഇന്ത്യയാണ് അല്ലെ. ഇന്ത്യ എത്ര തവണയാണ് നേടുന്നത്? 2ാമത്തെ പ്രാവശ്യമാണ്. 2020 ലോകകപ്പ് 2ാം വട്ടമാണ് ഇന്ത്യ നേടുന്നത്. ദക്ഷിണാഫ്രിക്കയെ 7 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ജേതാക്കളായത്. വിരാട് കോഹ്ലി, അക്ഷർ പട്ടേൽ എന്നിവരുടെ മികച്ച ഇന്നിംഗ്സും ജസ്പ്രീത് ബുംറയുടെ നേതൃത്വത്തിൽ ബോളിംഗ് നിരയുടെ ഉജ്ജ്വല പ്രകടനവുമാണ് ഇന്ത്യക്ക് അവിസ്മരണീയ വിജയം സമ്മാനിച്ചത്. ദക്ഷിണാഫ്രിക്കയുടെ ഹെയിൻഡിച്ച് ക്ലാസിന്റെ 27 പന്തിൽ 52 റൺസ് വെടിക്കെട്ട് ഇന്നിംഗ്സിലൂടെ ദക്ഷിണാഫ്രിക്ക പൊരുതിയെങ്കിലും നിർണായക സമയത്ത് വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യൻ ബൌളർമാർ വിജയം പിടിച്ചു വാങ്ങുകയായിരുന്നു. അവസാന ഓവറിൽ ഡേവിഡ് മില്ലറെ പുറത്താക്കാൻ സൂര്യകുമാർ യാദവ് എടുത്ത ഉജ്ജ്വല ക്യാച്ചാണ് ഇന്ത്യൻ വിജയത്തിന് നിർണായകമായത്. കോഹ്ലിയാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ടൂർണമെന്റിലാകെ 15 വിക്കറ്റ് നേടിയ ബുംറ പ്ലെയർ ഓഫ് ദ സീരീസായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഹെയിൻഡിച്ച് ക്ലാസിന്റെ നേതൃത്വത്തിൽ ശക്തമായി തിരിച്ചടിച്ച് ദക്ഷിണാഫ്രിക്ക കളിയിൽ മുൻതൂക്കം നേടിയ സമയത്ത് ആദ്യം ഇന്ത്യയുടെ രക്ഷകനായി അവതരിച്ചത് ഹാർദിക് പാണ്ഡ്യയാണ്. 16ാം ഓവറിലെ ആദ്യ പന്തിൽ ഹാർദിക്കിന്റെ ഓഫ് സൈഡിന് പുറത്തു വന്ന പന്തിൽ ബാറ്റ് വീശിയ ക്ലാസിന് പിഴച്ചു. ബാറ്റിലുരച്ച്
പന്ത് വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന്റെ കയ്യിലായിരുന്നു. മൗനമായിരുന്ന ഗാലറിയിൽ വീണ്ടും ആരവങ്ങളുമായിരുന്നു തുടങ്ങി. അടുത്ത ഊഴം ബുംറയുടേതായിരുന്നു. 18-ാം ഓവറിൽ മാർക്കോ യാൻസിന്റെ ബാറ്റിനും പാഡിനും ഇടയിലൂടെ നൂർന്നു കയറിയ പന്ത് സ്റ്റംപ് ഇളക്കി. ഇന്ത്യക്കും വിജയത്തിനും ഇടയിൽ പിന്നെ തടസ്സമായി ഉണ്ടായിരുന്നത് ഡേവിഡ് മില്ലർ ആയിരുന്നു. ഹാർദിക്കിന്റെ അവസാന ഓവറിലെ ആദ്യ പന്ത് മില്ലർ ലോങ് ഓഫിലേക്ക് തൂക്കി. 6 എന്നുറപ്പിച്ച പന്ത് ബൗണ്ടറിനരികെ ഉയർന്നു ചാടി തട്ടിയിട്ട് നിലത്ത് വീഴും മുൻപേ സൂര്യ കയ്യിലൊതുക്കി. ഇന്ത്യയുടെ വിജയസൂര്യൻ തെളിഞ്ഞ നിമിഷമായിരുന്നു അത്. അങ്ങനെ 2020 ലോകകപ്പ് 2ാം വട്ടവും ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ കയ്യിലായി. ചോദ്യം 11-ാമത്തെ ചോദ്യം. ഹു ഈസ് ദ ഓൾഡസ്റ്റ് ഇന്ത്യൻ വുമൺ ടു കോൺക്യൂർ മൗണ്ട് എവറസ്റ്റ് റീസെന്റ്ലി? ഹു ഈസ് ദ ഓൾഡസ്റ്റ് ഇന്ത്യൻ വുമൺ ടു കോൺക്യൂർ മൗണ്ട് എവറസ്റ്റ് റീസെന്റ്ലി? എന്താണ് ചോദ്യം? എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത ആരാണെന്നാണ് ചോദ്യം അല്ലെ? ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ജ്യോതി രാത്രെ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിത എന്ന നേട്ടം ജ്യോതി രാത്രയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്നുള്ള സംരംഭയായ ജ്യോതി 55-ാം വയസ്സിൽ, എത്ര വയസ്സിലാണ്? 55-ാം വയസ്സിലാണ് ലോകത്തെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി കയറിയത്. 2018-ൽ 53-കാരിയായ സംഗീത് ബൽ സൃഷ്ടിച്ച റെക്കോർഡാണ് രാത്രി തിരുത്തി എഴുതിയിട്ടിരിക്കുന്നത്. ബോളീവിയൻ പർവ്വതാരോഹകയായ ഡേവിഡ് ഹ്യൂഗോ കിപ്സിയുടെ നേതൃത്വത്തിലുള്ള 15-അംഗ സംഘത്തിന്റെ ഭാഗമായി മെയ് 19-നാണ് ജ്യോതി രാത്രെ എവറസ്റ്റ് കീഴടക്കിയത്. അടുത്ത ചോദ്യം 12-ാമത്തെ ചോദ്യം. ജനറൽ തൂലാം ഹാസ് റീസെന്റ്ലി ബീൻ എലക്ടഡ് ആസ് ദ ന്യൂ പ്രസിഡന്റ് ഓഫ് വിച്ച് കൺട്രി? ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് ജനറൽ തൂലാം ഈ ഇടയ്ക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് അല്ലെ? ഏത് രാജ്യത്തിന്റെയാണ്? റൈറ്റ് ആൻസർ ഈസ് വിയറ്റ്നാം. General Thulam has recently been elected as the new president of Vietnam. അടുത്ത ചോദ്യം 13-ാമത്തെ ചോദ്യം. Who won International Booker Prize this year? ഈ വർഷത്തെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ജെനി എർപ്പൻബർഗ്. ജെനി എർപ്പൻബർഗ് won International Booker Prize this year. ഈ വർഷത്തെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന് ജർമ്മൻ എഴുത്തുകാരി ജെനി എർപ്പൻബർഗിന്റെ കൈറോസ് എന്ന നോവൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മൈക്കൽ ഹോഫ്മാന്റെയാണ് ഇംഗ്ലീഷ് പരിഭാഷ. 50,000 പൗണ്ടാണ് പുരസ്കാര തുക. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടുന്ന ആദ്യ ജർമ്മൻ എഴുത്തുകാരിയാണ് ജെനി. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി UK-യിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിക്കുന്ന സർഗാത്മക കൃതിക്ക് നൽകുന്നതാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്. അടുത്ത ചോദ്യം 14-ാമത്തെ ചോദ്യം. വിച്ച് കൺട്രി ഹാസ് ബിൽഡ് ദ വേൾഡ് ഫസ്റ്റ് വുഡൻ സാറ്റലൈറ്റ് നെയ്മഡ് ലിഗ്നോസാറ്റ്? വിച്ച് കൺട്രി ഹാസ് ബിൽഡ് ദ വേൾഡ് ഫസ്റ്റ് വുഡൻ സാറ്റലൈറ്റ് നെയ്മഡ് Lignosat. The right answer is Japan. Japan has built the world first wooden satellite named Lignosat. അടുത്ത ചോദ്യം 15-ാമത്തെ ചോദ്യം. Where is the Ukraine peace summit being held? Where is the Ukraine peace summit being held? The right answer is Switzerland. Where is the Ukraine peace summit being held? Switzerland. ഓക്കെ, അപ്പം നമ്മൾ ജൂൺ മാസത്തിലെ മുഴുവൻ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തെടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.